ഇറാനിലെയും ഇറാഖിലെയും കുർദിഷ് വിമത സേനയെ മുന്നിൽ നിർത്തി കരയുദ്ധത്തിനിറങ്ങാൻ ആലോചിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. അമേരിക്ക കരയുദ്ധത്തിന് വന്നാൽ നേരിടാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അവകാശപ്പെടുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പി പി ജെയിംസ് തത്സമയം ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി പി ജെയിംസ്. ഈ കരയുദ്ധം തുടങ്ങിയാൽ ഇറാൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് വിവരം? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അങ്ങനെ ഒരു അബദ്ധത്തിന് മുതിരും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ട്രംപ് ആ തരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാഖിലെ കുർദുകളെയും ഇറാനിലെ കുർദുകളോടും അമേരിക്കയും ഇസ്രായേലും കരയുദ്ധത്തിന് ഇറങ്ങാനായി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. കുർദുകളെ ഉപയോഗിച്ച് പലതവണ ആ തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാകും, സദാം ഹുസൈനെ വീഴ്ത്താൻ അമേരിക്ക ഇറാഖിൽ ഉപയോഗിച്ചത് കൂടുതലായിട്ട് കുർദിഷ് സേനയാണ്. ഒപ്പം തന്നെ അവിടെ IS-ന്റെ വലിയ ആക്രമണം ഉണ്ടായി. സദാം ഹുസൈന് ശേഷം IS-നെതിരെ പോരാടാനും കുർദിഷ് സേനയാണ് അമേരിക്ക മുന്നിൽ നിർത്തിയത്. അതിൽ ഒരുപാട് കുർദിഷ് സേനക്കാർ കൈവിട്ടുപോയി. പക്ഷേ ഇവരെയൊക്കെ ഉപയോഗിച്ച ശേഷം തള്ളിക്കളയുന്ന രീതിയാണ് പലപ്പോഴും അമേരിക്ക സ്വീകരിക്കാറുള്ളത്. ഇറാഖിലെ ഇർബിൽ മേഖലയിൽ, കുർദിഷ് മേഖലയിലാണ് ഇർബിൽ സേനാ താവളമുള്ളത്. കുർദിഷ് സേനയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. സിറിയയിൽ ഇതുപോലെ കുർദിഷ് പോരാളികളുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ ബന്ധമാണ്. ഒരു പ്രദേശം തന്നെ കുർദികളുടെ കയ്യിലാണ്. ഇറാഖിലും അങ്ങനെയാണ്. ഇപ്പോൾ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുള്ള കുർദിഷ് പോരാളികളെ ഇറാനിലുള്ള കുർദിഷ് വംശജരുമായിട്ട് അടുപ്പിച്ച് അവരെ ഒരുമിച്ച് ഇറാനിൽ കരയുദ്ധത്തിനിറക്കാനാണ് അമേരിക്കയും ഇറാനും പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി ഈ സമയത്ത് പ്രഖ്യാപനം നടത്തിയത്, കരയുദ്ധത്തിനാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ അതിനെ നേരിടാനുള്ള കരുത്ത് ഇറാനുണ്ട്. എന്നുവെച്ചാൽ ഇറാന് 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ വലിയ സുസംഘടിതമായ സേനയുണ്ട്. അമേരിക്കയ്ക്ക് 40,000 സേനയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 2 വിമാനവാഹിനി കപ്പൽ കൂടി എടുത്ത് 50,000. അത് അവർ തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ്. ഇസ്രായേലിൻ്റെ സേന, റിസർവ് സേന 1,00,000 പേരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എത്ര രീതിയിലായാലും ഇറാൻ്റെ മലനിരകളും ടെറൈനൊക്കെ അത്ര എളുപ്പത്തിൽ പിടിക്കാനാവില്ല. ഇവരൊക്കെ കാണുന്നത് അഫ്ഗാൻ യുദ്ധത്തിൽ അവിടുത്തെ അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് ആക്രമിച്ച ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പിടിക്കാൻ പോയപ്പോൾ അവർ 2 ആഴ്ച ആക്രമിച്ച് എല്ലാം തകർത്ത ശേഷമാണ് സേന ഇറങ്ങിയത്. പക്ഷെ അഫ്ഗാൻ സേന എന്ന് പറയുന്നത് വളരെ ചെറിയ സേനയാണ്, ചെറിയ രാജ്യമാണ്. അതുപോലെയല്ല ഇറാൻ. ഇറാനിൽ ഒരു കരയുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടാൻ കാരണമാവും. അമേരിക്കയിൽ സൈനികർ കൂടുതൽ കൊല്ലപ്പെട്ടാൽ ഇപ്പോൾ ഉള്ള സപ്പോർട്ടൊന്നും അമേരിക്കയിൽ കാണില്ല. അവിടുത്തെ അമേരിക്കൻ ജനത മുഴുവൻ ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം പേരും എതിരാണ്. അവിടുത്തെ സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെയും ചെറിയ ഭൂരിപക്ഷത്തിനാണ് ട്രംപ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ട്രംപ് അതിന് ധൈര്യപ്പെടുമെന്നുള്ളത്. പക്ഷേ കടലിൽ അമേരിക്ക കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 30 ഇറാൻ യുദ്ധക്കപ്പലുകൾ മുക്കിയെന്നാണ് അതിൽ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും അവരുടെ സേനാ മേധാവികളും പറയുന്നു. ബ്രാഡ് കൂപ്പർ എന്ന അവിടുത്തെ കമാൻഡിൻ്റെ നേതൃത്വം നൽകുന്ന, അമേരിക്കൻ സേനയുടെ നേതൃത്വം നൽകുന്ന ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാവിക കപ്പലുകളിൽ അതിൽ ഏറ്റവും വിവാദമായി വന്നിരിക്കുന്നത് ഇറാൻ്റെ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ തീരത്ത് മുക്കിയതാണ്. അത് വല്ലാത്ത രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ഇന്ത്യ രംഗത്ത് വന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇറാനിലെ വിദേശകാര്യമന്ത്രിയോട് സംസാരിച്ചു. ഇന്ത്യ നേരിട്ട് ഇടപെട്ടില്ല എന്നുള്ള പരാതി വന്നു. ഇറാനിലെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യ ഇന്നലെയാണ് അനുശോചനം ഇറക്കിയത്. അപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ ഇന്ത്യ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയും എല്ലാ പ്രമുഖ നേതാക്കളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.